വളരെ ചെറിയൊരു കാര്യം അതിവേഗം പറഞ്ഞുകൊണ്ട് പോവുക എന്നുള്ള ഉന്നത്തോടു കൂടിയാണ് പോങ്ങൻ നാവും എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ മല്ലികാമ്മയുടെ നാവ് നിർത്താതെ നടത്തിക്കൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പോങ്ങൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മല്ലികയുടെയും മക്കളുടെയും സ്വാധീന ശക്തി, അവരുടെ വ്യക്തിബന്ധങ്ങളുടെ സമ്പന്നത, അവർ പേറുന്ന പിടിപാടു ശേഷി, അങ്ങനെ ആളറിഞ്ഞ് കളിക്കട എന്നതിൻ്റെ മല്ലിക സമ്പ്രദായത്തിലുള്ള ഹുങ്കാരം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധമാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മല്ലികയ്ക്ക് കുഞ്ഞുങ്ങളെ പെറാൻ മാത്രമല്ല, അല്ലെങ്കിൽ പെറ്റു വളർത്താൻ മാത്രമല്ല, പെറാനുള്ളതുങ്ങളെ ആരിൽ നിന്ന് പേറണമെന്നും വളരെ നന്നായി അറിയാവുന്ന ഒരു സമർത്ഥയായ സ്ത്രീ ആയിരുന്നു എന്നുള്ള കാര്യം സമൂഹത്തെ ഇതിനോടകം അവർ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പൊറുക്കാൻ ഒരുത്തൻ്റെ കൂടെ പോയി, പെറാൻ വേറൊരുത്തൻ്റെ കൂടെ പോയി. അതൊരു വൈഭവം തന്നെയാണ്, തിരിച്ചറിവ് ശേഷിയാണ്, മികവ് തന്നെയാണ്, മിടുക്ക് തന്നെയാണ്, കാര്യപ്രാപ്തി തന്നെയാണ്, സാമർഥ്യം തന്നെയാണ്. അതുകൊണ്ട് അവരുടെ നാക്കിൻ്റെ പേറ്റുശേഷിയിലും പോങ്ങന് ഒട്ടും തന്നെ സംശയമൊന്നുമില്ല. എന്നാൽ പോങ്ങൻ അവരോട് പറയാനുള്ളത് മറ്റൊന്നാണ്. മല്ലികയുടെ ആ കുഞ്ഞ് സംഘിവിരോധമോ ഹിന്ദു വിരുദ്ധതയോ അതല്ലെങ്കിൽ മറ്റെന്ത് രാഷ്ട്രീയമോ പേരട്ടെ, മറ്റെന്ത് വർഗീയതയോ കൊണ്ടു നടക്കട്ടെ, തൻ്റെ സംസാരത്തിലൂടെയോ സ്വന്തം സിനിമകളിലൂടെയോ ഒക്കെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തോട്ടെ. സുഡുക്കളുടെ പ്രീതിയും പണവും പറ്റിക്കോട്ടെ, അവരുടെ ആശയ പ്രചാരകനായിക്കോട്ടെ, അതൊന്നും ഒരു കുഴപ്പവുമുള്ള കാര്യമല്ല. എന്നാൽ ചരിത്രത്തെ വളച്ചൊടിച്ച് വേട്ടക്കാരെ ഇരകളാക്കി ഈ രാജ്യത്തിലെ പരമോന്നത അന്വേഷണ സംഘങ്ങൾ അഴിമതിക്കാരും സംഘപരിവാരങ്ങളുടെ സേവകരാണെന്നുമൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന സംഗതിയായി സാമാന്യ ബോധമുള്ളവർക്ക് കാണാൻ സാധിക്കില്ല മല്ലികാമ്മയെ. സമൂഹത്തിന് അങ്ങനെ കാണാനുള്ള ബാധ്യതയുമില്ല. ഈ കന്നന്തിരിവുകളെല്ലാം കുസൃതിയായി കാണാൻ സമൂഹമല്ല മല്ലികയുടെ കുഞ്ഞിനെ പെറ്റ് മുല കൊടുത്ത് വളർത്തിയത്. കുഞ്ഞിന്റെ ദേശവിരുദ്ധ വാസനയെ സർഗപ്രവർത്തനവുമായി കൂട്ടിക്കുഴച്ചാൽ അത് കുഞ്ഞിന്റെ കുസൃതിയായി കാണാൻ സമൂഹത്തിന് കഴിയില്ല മല്ലികയെ. പ്രവൃത്തിയിലുള്ള പാതകത്തിന്റെ അളവ് വല്ലാതെ കൂടിയാൽ മല്ലികയുടെ വമ്പൻ സ്വാധീന ശക്തിക്ക് ചിലപ്പോൾ വളരെ നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അതുകൊണ്ട് പൃഷ്ഠരാജക്കുഞ്ഞിന്റെ ഭാര്യയും തള്ളയും കൂടി ഹുങ്കാരം മുഴക്കാതെ നാവടക്കം കാട്ടുന്നതാണ് കുഞ്ഞിന് രക്ഷയാവുന്ന സംഗതി. പറഞ്ഞു എന്ന് മാത്രം. അഹങ്കാരം നല്ലതാണ്. വിജയിച്ചു നിൽക്കുന്ന ആളുകൾക്ക്, സാമൂഹ്യ മൂല്യമുള്ള ആളുകൾക്ക്, സ്വാധീന ശക്തിയുള്ള ആളുകൾക്ക് അഹങ്കാരം നല്ലതാണ്. പക്ഷേ പിശകു പറ്റിയിരിക്കുമ്പോൾ, പാതകം ചെയ്തിട്ടിരിക്കുമ്പോൾ അഹങ്കരിക്കാൻ നിൽക്കരുത്. അതൊട്ടും നല്ലതല്ല. പ്രകോപനം ഉണ്ടാക്കരുത്. നിങ്ങളുടെ കുഞ്ഞ് ചെയ്തിരിക്കുന്നത് നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല. സിനിമ ചെയ്തോട്ടെ, രാഷ്ട്രീയം പറഞ്ഞോട്ടെ, പക്ഷേ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട്, വരാനിരിക്കുന്ന തലമുറകളെ കൂടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കിക്കൊണ്ട്, എന്നോ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ വലിയ നിലയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത് അതെല്ലാം തെറ്റ് തന്നെയാണ്. കച്ചവട ബുദ്ധി മോശപ്പെട്ട കാര്യമൊന്നുമല്ല. പണമുണ്ടാക്കിക്കോട്ടെ, സ്വാധീനശേഷി ഉണ്ടാക്കിക്കോട്ടെ, സമൂഹത്തിൽ വിലയുണ്ടാക്കിയെടുത്തോട്ടെ. പക്ഷെ കുഞ്ഞിനോട് പറയണം, സാധാരണക്കാരെ തമ്മിലടിപ്പിക്കുന്ന നിലയിൽ കൊണവധികാരം ഇടാൻ നിൽക്കരുത് എന്നുള്ളത്. മല്ലികാമ്മയെ നമ്മൾ അറബിക്കടലിന്റെ കരയിൽ കിടക്കുന്നു എന്നേ ഉള്ളൂ. കേരളം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഭാഗമാണ്. മല്ലികാമ്മ പെറ്റ് മുല കൊടുത്തു വളർത്തിയ കുഞ്ഞ് പുളയ്ക്കുന്നത് കേരളത്തിൽ കിടന്നാണ്. കേരളം അറബിക്കടലിന്റെ കരയിൽ കിടക്കുന്നുണ്ട് എങ്കിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരതത്തിന്റെ ഭാഗമാണ്. മല്ലികാമ്മയെ അടങ്ങണം, പൊടിക്ക് അടങ്ങണം, നാവടക്കുകയും ചെയ്യണം. അതാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ മല്ലികാമ്മയെ നിങ്ങളുടെയും മരുമകളുടെയും നാവാട്ടം കാണുമ്പോൾ തോന്നുന്നൊരു കാര്യമുണ്ട്. ആരുടെ നാവടിയിൽ മകൻ വീഴണം, അല്ലെങ്കിൽ ആരുടെ നാവടിയിൽ കുഞ്ഞ് വീഴണം എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു കിടമത്സരം നടക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന വിധത്തിലാണ് നിങ്ങൾ പരസ്പരം സ്നേഹബുദ്ധിയോടുകൂടി കുഞ്ഞിൻ്റെ ഇടതും വലതും നിന്നുകൊണ്ട് നാവടിക്കുന്നത്. പെട്ടുപോകും. വളരെ സന്തോഷം.